വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോഡിംഗ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ്റെ നെക്സ്റ്റ് പ്രോബ്ലമാണ്. അത് നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ സെക്ഷനിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലേസ്മെൻറ്റ് കോഡിംഗ് സെക്ഷൻ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലേതൊക്കെ കാറ്റഗറീസ് ഉണ്ട്, അതിലെ ആ ഓരോ കാറ്റഗറീസിൽപ്പെട്ട പ്രോബ്ലംസ് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ആരും കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ദേ ഇവിടെ ഐക്കാർഡിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. ഏതൊക്കെ കാറ്റഗറീസ് ഓഫ് പ്രോബ്ലം ഉണ്ട്, എങ്ങനെ നമ്മൾ ഓരോന്നും ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ TCS നിഞ്ച അതുപോലെ തന്നെ വിപ്രോയുടെ ആപ്റ്റിറ്റ്യൂഡ് കോഡിംഗ് സെക്ഷനിൽ വന്നിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. The program will read 3 words as input and they gives 5 conditions. അപ്പോൾ ഇവിടെ പറയാം നമ്മുടെ പ്രോഗ്രാം 3 വേർഡ്സ് ഇൻപുട്ടായിട്ട് റീഡ് ചെയ്യും. ആ 3 വേർഡ്സിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് 5 കണ്ടീഷൻസ് ആണ് അവർ തന്നേക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, ദിസ് 3 വേർഡ്സ് ഷുഡ് ബി റീഡ് 1 at a time. അതായത് അറ്റ് എ ടൈം നമുക്ക് ഒരു വേർഡ് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. And second condition, the first word should be changed like all vowels should be replaced by high symbol. For example, നമ്മൾ ഫസ്റ്റ് റീഡ് ചെയ്യുന്ന വേർഡ് ഹായ് എന്നാണെങ്കിൽ അതിനകത്തുള്ള വവൽസ്, അതായത് വവൽസ് നമ്മൾ ഹായ് സിമ്പിൾ വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പം നമ്മൾ ഹായ് എന്ന് റീഡ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് വേർഡിൻ്റെ ഔട്ട്പുട്ട് കിട്ടേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. ഇതുണ്ടോ, ഇതുപോലെ ആയിരിക്കണം നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ദെൻ സെക്കൻഡ് കണ്ടീഷൻ അവർ പറയുന്നത്, the third condition എന്ന് പറയുന്നത്, the second word should be changed like all consonants should be replaced by percentage. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് വേർഡ് ഹി എന്നാണെങ്കിൽ അതിനകത്തുള്ള കൺസോണൻറ്റ്, അതായത് നമ്മുടെ എച്ച് എന്ന് പറയുന്നത് എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം, പെർസെൻറ്റേജ് സിമ്പിളായിട്ട് റീപ്ലേസ് ചെയ്യണം. ഇപ്പം നമുക്ക് സെക്കൻഡ് വേർഡ് കിട്ടേണ്ടത് ഇതുപോലെയാണ് നമുക്ക് സെക്കൻഡ് വേർഡ് കിട്ടേണ്ടത്. ഇനി ഒരു ഫോർത്ത് കണ്ടീഷൻ പറയുന്നത്, തേർഡ് വേർഡ് ഷുഡ് ബി ചേഞ്ച് ലൈക്ക് ഓൾ ക്യാർ ഷുഡ് ബി കൺവേർട്ടഡ് ടു അപ്പർ കേസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രിയ എന്നാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ ക്യാരും എന്താണ് അപ്പർ കേസിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് പ്രിയ എന്നാണ്. ഇതാണ് അവർ പറയുന്നത് ഫോർത്ത് കണ്ടീഷൻ. ദെൻ ഫിഫ്ത്ത് കണ്ടീഷൻ പറയുന്നത്, ദെൻ കോൺകാറ്റിനേറ്റ് ദ 3 വേർഡ്സ് ആൻഡ് പ്രിന്റ് ദം. അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത ഈ 3 വേർഡ്സ് ഹായ്, ഹി ആൻഡ് പ്രിയ, ഇത് 3ഉം കോൺകാറ്റിനേറ്റ് ചെയ്ത് ഒറ്റ സ്ട്രിങ് ആയിട്ട് വേണം ഔട്ട്പുട്ടിൽ കിട്ടാൻ. അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഹായ് പെർസെൻറ്റേജ് ഐ ദെൻ പ്രിയ, നമുക്ക് ഔട്ട്പുട്ടിൽ വരേണ്ടത് ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പം ഇതാണ് ഇവർ ചോദിച്ച പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഇന്ന് യൂസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. പൈത്തൺ യൂസ് ചെയ്യാൻ കുറേ കാരണങ്ങളുണ്ട്. കാരണം നമുക്ക് ഇതുപോലെയുള്ള സ്ട്രിങ്ങിൽ അപ്ലൈ ചെയ്യുന്ന കുറേ ബിൽറ്റ്-ഇൻ മെത്തേഡ്സ് പൈത്തണിലുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത്തരം പ്രോബ്ലംസ് നമുക്ക് സ്ട്രിങ്ങുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് നമുക്ക് പൈത്തണിൽ വർക്കൗട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മറ്റ് ലാംഗ്വേജിനെ അപേക്ഷിച്ച് ഒരുപാട് ലൈബ്രറീസ് ഒന്നും വേണ്ട, സിമ്പിളായിട്ടേ നമുക്ക് പൈത്തണിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ കോഡിംഗ് സെക്ഷനിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുക 3 വേർഡ്സ് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് റീഡ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വേർഡ് റീഡ് ചെയ്യാം. സോ ഞാനതിന് ഫസ്റ്റ് വേർഡിന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ അപ്പോൾ നമുക്ക് ഈ കോഡിംഗ് ക്വസ്റ്റ്യൻസിനൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഓൾറെഡി നമുക്ക് ഇൻപുട്ട് തന്നിരിക്കും. അപ്പം ആ ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് യൂസറിൽ നിന്ന് ഇൻപുട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന യൂസറിൽ നിന്ന് ഇൻപുട്ട് എടുത്താണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഓൾറെഡി ഇൻപുട്ട് അതിനകത്ത് കിട്ടും. എൻ്റർ ദ ഫസ്റ്റ് വേർഡ്. ഓക്കെ, ഫസ്റ്റ് വേർഡ് റീഡ് ചെയ്തു. ദെൻ സെക്കൻഡ് വേർഡ്,
then third word equal to തേർഡ് വേർഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? 3 വേർഡ് റീഡ് ചെയ്യുക. അത് നമ്മൾ റീഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ കണ്ടീഷൻ ഫസ്റ്റ് വേർഡിലെ വവൽസിനെ നമുക്ക് ഹാഷ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വവൽസ്. നമ്മളിവിടെ വവൽസിനെ നമ്മളൊരു ലിസ്റ്റായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ വവൽസ് ഞാൻ ഒരു ലിസ്റ്റായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. എ ഓക്കെ, നമ്മളിവിടെ സ്മോൾ ലെറ്റേഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ, അത് വവൽസ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് വന്നാലും അത് റീപ്ലേസ് ചെയ്യണം നമുക്ക്. സോ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ക്യാപ്സും കൂടെ, അതായത് ക്യാപ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാനിവിടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്മോൾ ലെറ്റർ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ദെൻ നമ്മളൊരു ലൂപ്പ് ഉപയോഗിക്കുന്നു. ഫോർ സി ഇൻ എഫ് വേർഡ്, സി ഇൻ എഫ് വേർഡ്. അതായത് നമ്മൾ ഇതിപ്പോൾ ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹായ് എന്നാണെങ്കിൽ ഇതിനകത്തുള്ള ഓരോ വേർഡ്സും, ഇപ്പം ഫസ്റ്റ് എച്ച് ദെൻ എ ദെൻ ഐ, ഓരോ വേർഡ്സ് എടുക്കാൻ നമ്മൾ ഈ കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈഫ് സി ഇൻ ഫോർ സി ഇൻ വി, അതായത് ഈ ഇൻ ഓപ്പറേറ്റർ എന്തിനാന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിൻ്റെ എസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പൈത്തണിനകത്ത് ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ ഓരോ വേർഡ്സ് ആയിട്ട് എടുക്കും ഫസ്റ്റ് വേർഡിൽ നിന്ന്. ദെൻ നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് നമ്മളിവിടെ എടുത്ത ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹായ് എന്നാണെങ്കിൽ നമ്മളിപ്പോൾ എച്ച് ആണ് ഫസ്റ്റ് ക്യാരക്ടർ എച്ച് നമ്മൾ എടുത്തെങ്കിൽ ആ എച്ചും വവൽസ് ലിസ്റ്റിനകത്തുള്ള നമ്മുടെ ഈ വേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പം നമ്മൾ എടുത്ത 2 വേർഡ്സും സെയിം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എച്ച് എന്ന് പറയുന്ന വേർഡ് നമ്മുടെ വവൽസിനകത്തുണ്ടോ? ഇല്ല. സോ സെക്കൻഡ് വേർഡിലേക്ക് പോകും. എ എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ എ എന്ന് പറയുന്ന വേർഡ് എന്ത്? നമ്മുടെ വവൽസ് ലിസ്റ്റിനകത്തുണ്ട് അല്ലേ? എ എന്ന് പറയുന്ന വേർഡും ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫ് വേർഡിനെ റീപ്ലേസ് ചെയ്യണം. സോ എഫ് വേർഡ് ഈക്വൽ ടു എഫ് വേർഡ് ഡോട്ട് റീപ്ലേസ്. കണ്ടോ, പൈത്തണിനകത്ത് ഉള്ളൊരു മെത്തേഡാണ് റീപ്ലേസ് എന്ന് പറയുക. അത് നമുക്കൊരു ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പൈത്തൺ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്തത് ഇവിടെ. സോ നമ്മുടെ എന്ത് ചെയ്യണം? സി എ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? സി എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്ന ക്യാരക്ടർ, അതിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? നമുക്ക് ഫസ്റ്റിനകത്ത് നമ്മൾ ഹാഷ് സിമ്പിളാണ് പറഞ്ഞേക്കുന്നത്, ഹാഷ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത് ലാസ്റ്റ് വന്നിട്ട് നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യും? ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് പ്രിൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ റീപ്ലേസ് ചെയ്തു നമ്മൾ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളോട് തേർഡായിട്ട് പറഞ്ഞേക്കുന്ന കണ്ടീഷൻ എന്താണ്? all consonants should be replaced by percentage symbol. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ വവൽസ് എന്താണ് കൊടുത്തതുപോലെ, ലിസ്റ്റായി കൊടുത്തതുപോലെ കൺസണൻസ് നമ്മൾ ഒരു ലിസ്റ്റായിട്ട് കൊടുക്കുന്നു. സോ ബി കോമ സി കോമ ഡി. ഇവിടെ ഞാൻ ജസ്റ്റ് സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അത് ലോവർ കേസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ അപ്പർ കേസോടെ കൊടുത്താണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ലോവർ കേസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡി ഇ എല്ലാം തന്നെ നമ്മൾ ലിസ്റ്റിനകത്ത് ആക്കി കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു.
for C in second word എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? if C in ഏതിനകത്ത് നമ്മുടെ C. ഓക്കെ, ഇവിടെ നമുക്ക് സിയുടെ പേര് നോക്കാം. കൺസോണൻസിന് CO എന്ന് കൊടുക്കാം. ഓക്കെ, CO. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? സെക്കൻഡ് വേർഡ് ഈക്വൽ ടു സെക്കൻഡ് വേർഡ് ഡോട്ട് റീപ്ലേസ്. നമുക്കിവിടെ പെർസെൻറ്റേജ് സിമ്പിൾ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തേർഡ് കണ്ടീഷനും കംപ്ലീറ്റ് ആയി. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഈ നമ്മുടെ തേർഡ് വേർഡിലെ എല്ലാ ലെറ്റേഴ്സും അപ്പർ കേസ് ആക്കി മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. സോ അപ്പർ കേസ് ആക്കി മാറ്റാൻ പൈത്തണിനകത്ത് അപ്പർ എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. അപ്പോൾ നമുക്ക് അതങ്ങ് യൂസ് ചെയ്താൽ മതി. സോ തേർഡ് വേർഡ് ഈക്വൽ ടു തേർഡ് വേർഡ് ഡോട്ട് അപ്പർ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് കമൻറ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇതെല്ലാം കൂടി പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ പ്രിൻറ്റ് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്താ? എഫ് വേർഡ് പ്ലസ്, കാരണം പൈത്തണിനകത്ത് പ്ലസ് സൈൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക കോൺകാറ്റിനേറ്റിനാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വേർഡ് പ്ലസ് തേർഡ് വേർഡ്. കണ്ടോ, നമ്മുടെ അത്രയും വലിയൊരു പ്രോബ്ലം എന്താ ഇത്രയേ ഉള്ളൂ. നമ്മൾ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മൾ സിമ്പിളായിട്ട് അത് കോഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. സേവ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ റൺ ചെയ്യുന്ന ആനക്കോണ്ട പ്ലാറ്റ്ഫോമിലാണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അയ്യോ, നമ്മുടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ. ഇൻവാലിഡ് സിൻടാക്സ് ഇവിടെ. ഓ ശരിയാണ്, ഇവിടെ നമ്മൾ C ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ CI എന്ന് കൊടുക്കാം, കാരണം നമ്മളവിടെ CI ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട്. വോവൽസിന് VO എന്നും കൊടുക്കാം. ഇവിടെ നമുക്കൊരു ചെറിയ എറർ പറ്റിയിരുന്നു. ഓക്കെ, നമുക്കൊന്നുകൂടെ റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വേർഡ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നു. ഞാനത് ഹായ് എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് വേർഡ് ഹലോ എന്ന് കൊടുക്കുന്നു. തേർഡ് വേർഡ് അനു എന്ന് കൊടുക്കുന്നു. കണ്ടോ, ഹായ് ഹലോ അനു. കണ്ടോ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തന്നെ കോഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത കോഡ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും അവിടെ നിന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ അയയ്ക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.